ഇറാനുള്ളിൽ എയർ സുപ്പീരിയോറിറ്റി ഞങ്ങൾ അച്ചീവ് ചെയ്തുവെന്ന് ഇസ്രായേലിന്റെ വ്യോമസേന വിമാനം. ഇറാൻ മുഴുവനും ഞങ്ങളുടെ വിമാനങ്ങൾ പറക്കുകയാണ്, ഞങ്ങൾക്കെതിരെ ഇറാനെ കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ വിമാനങ്ങൾ അവിടെ വളരെ ഫ്രീ ആയി തന്നെ പ്രവർത്തിക്കുകയാണെന്നൊരു വാർത്ത പറഞ്ഞു. എന്നാൽ ഇപ്പോൾ അവരുടെ പക്കൽ നിന്ന് വന്നിരിക്കുന്ന വാർത്ത നോക്കിയാൽ ഇറാന്റെ ഒരു സർഫസ് ടു എയർ മിസൈലിൽ നിന്നും ഇസ്രായേൽ വിമാനം ഒരു ഇവേസീവ് മെനുവർ ചെയ്ത് രക്ഷപ്പെട്ടു എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലിനെതിരെ ഇറാൻ അവരുടെ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റംസ് വളരെ പ്രിക്കോഷ്യസ് ആയി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കുറഞ്ഞത് ഇപ്പോഴെങ്കിലും അവർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു ഭാഗത്ത് വാർത്തയായി വൈറലാകുന്ന സമയത്ത് മറുവശത്ത് അമേരിക്ക 16-ലധികം സ്ട്രാറ്റോ ടാങ്കേഴ്സ് അമേരിക്ക ഇപ്പോൾ മിഡിൽ ഈസ്റ്റിനെ നോക്കി അയച്ചിട്ടുണ്ട്. ഈ ടാങ്കേഴ്സ് അകത്തേക്ക് വരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും B-52 ബോംബേഴ്സും കൂടെ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇറാനിൽ അടുത്ത ചില ദിവസത്തിൽ വലിയൊരു ആക്രമണം നടത്താൻ തീർച്ചയായും അമേരിക്ക പദ്ധതിയിടുകയാണ്. കൂടെ ഒരുപാട് അപ്ഡേറ്റ് നമ്മൾ അറിയാൻ പോവുകയാണ്. എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ആദ്യമായി നമ്മൾ അറിയാൻ പോകുന്നത് ലബനൻ സംബന്ധിക്കുന്ന വാർത്തയാണ്. ലബനനിൽ ഗ്രൗണ്ട് ഫോഴ്സസിന് അയച്ച് ഇസ്രായേൽ അവരുടെ ആക്രമണം നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഒഫീഷ്യൽ അതിർത്തിയിൽ നിന്നും 12 കിലോമീറ്റർ വരെയും ഇപ്പോൾ ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സസിലുള്ള സൈനികർ അകത്തേക്ക് കടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവർക്ക് സപ്പോർട്ടിനായി ഇസ്രായേലിന്റെ മക്കാവ ഒരുപാട് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം, മൊബൈൽ യൂണിറ്റ്സ് എല്ലാം അകത്തേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനവർ കാരണമായി പറഞ്ഞത് ഹിസ്ബുള്ളയുടെ ഒരുപാട് ടണൽ നെറ്റ്വർക്ക്സ് അകത്തുണ്ട്. കൂടാതെ 12 കിലോമീറ്റർ ഇതിനെ ഒരു ബഫർ സോണായി ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ 12 കിലോമീറ്ററിനുള്ളിൽ ഹിസ്ബുള്ളയുടെ ഒരുപാട് ഡ്രോൺ ഗോഡൌൺസ് ഉണ്ട്. അതിനെ ഞങ്ങൾ ക്യാപ്ചർ ചെയ്തു, അല്ലെങ്കിൽ ഇവിടെ ഞങ്ങളുടെ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ഇതിനുമപ്പുറം ഇസ്രായേലിന്റെ വടക്കൻ പ്രദേശങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല. അതിനാൽ ഈ ബഫർ സോണിലൂടെ തന്നെ ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ ഞങ്ങളെ കൊണ്ട് തടയാൻ കഴിയുമെന്നുള്ളതാണ് ഇസ്രായേലിന്റെ ഒരു വാദം. അതേസമയത്ത് ഇസ്രായേലിന്റെ സൈനികം അകത്തേക്ക് കടന്നതിന് ശേഷം അവിടെ സുരക്ഷാ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ലബനൻ സൈനികർ പിന്നിലേക്ക് പോകാൻ തുടങ്ങി. ഇസ്രായേലും ലബനനും ചേർന്നിപ്പോൾ ഹിസ്ബുള്ളയ്ക്കെതിരെ പോരാടാൻ പോകുന്നതായി ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മാത്രം ഹിസ്ബുള്ളയുടെ 35 റോക്കറ്റ്സ് ആണ് ഇസ്രായേലിനുള്ളിലേക്ക് വന്ന് വീണത്. ഇതിൽ 3 വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. അതിർത്തിയോട് ചേർന്നുള്ള ഇസ്രായേൽ ജനങ്ങളെ അവിടെ വിട്ട് പോകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്നലെ അവിടെ കാഷ്വാലിറ്റീസ് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതെല്ലാം തടയാനായി ഇപ്പോൾ ലബനനുള്ളിലേക്ക് സൈനികർ അയക്കാനുള്ള പ്രവർത്തനങ്ങളും ഇപ്പോൾ ഇസ്രായേൽ തുടങ്ങിയിട്ടുണ്ട്. അടുത്ത പാകിസ്ഥാനിൽ നിന്നും ഒരു വാർത്ത വന്നിട്ടുണ്ട്. ലാഹോറിലുള്ള ഒരു US കൺസ്ട്രക്റ്റിൽ വീണ്ടും ഒരു ആക്രമണം സംഭവിച്ചിട്ടുണ്ട്. കറാച്ചിയിൽ നടന്ന ഇൻസിഡന്റിൽ തന്നെ 32 പേരോളം മരിച്ചിരുന്നു. ഒഫീഷ്യലായി ഏകദേശം 32 പേർ മരിച്ചു. ഇവരെ അമേരിക്കയാണ് വെടിവെച്ച് കൊന്നത് എന്ന് പാകിസ്ഥാനിൽ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ തുടക്കത്തിൽ ആരും അത് വിശ്വസിച്ചില്ല. ഇല്ല, അവിടെയുള്ള പാകിസ്ഥാന്റെ സുരക്ഷാ സൈനികർ തന്നെയാണ് ഇവരെ ന്യൂട്രലൈസ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് ശരിയല്ല. US മറൈൻ കോർപ്സിന്റെ ഒരു വിഭാഗമായിട്ടുള്ള എംബസി പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്, ഇവരാണ് എംബസിക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന ഗ്രൂപ്പ്. ഓരോ എംബസിയിലും ഇവർ ഡെപ്ലോയ് ചെയ്തിട്ടുണ്ടാകും. അവരാണ് ഈ എൻകൗണ്ടർ ചെയ്തത്. ഇതിൽ 32 പേർ മരിച്ചു. എന്നാൽ ഇത് സംഭവിച്ച അടുത്ത ചില ദിവസത്തിൽ തന്നെ വീണ്ടും ലാഹോറിൽ അതുപോലൊരു സംഭവം നടന്നിട്ടുണ്ട്. വീണ്ടും അവിടെ ഒരു പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്. ഏതൊരു രാജ്യത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും എംബസിയിൽ ആക്രമണം നടത്തുന്നത് അത് നേരിട്ട് ആ രാജ്യത്തിൽ ആക്രമണം നടത്തുന്നതിന് തുല്യമാണ്. ഗ്രീൻ സോൺ കഴിഞ്ഞ് നിങ്ങൾ പോയാൽ തന്നെ ഇവിടെ പ്രശ്നം വരും. ഇവരെല്ലാവരും ആ റെഡ് സോൺ വരെയും ആ ബിൽഡിങ്ങിന്റെ ചുമർ വരെയും പോകുന്നുണ്ട്. എന്നാൽ ഇത്തവണ പ്രതിഷേധക്കാർ ചെയ്തത് തകർത്താലല്ലേ പ്രശ്നം എന്ന് പറഞ്ഞ് പുറത്തു നിന്നുകൊണ്ട് തന്നെ പെട്രോൾ ബോംബുകൾ എറിയാൻ തുടങ്ങി. ഇതെല്ലാം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയില്ല. ഇറാനിൽ തന്നെ ഇത്ര വലിയ പ്രശ്നം നടക്കുമ്പോൾ ഇവിടെ പാകിസ്ഥാൻ അതിലും വലിയ പ്രതിഷേധം നടത്തുകയാണ്. കളിയാക്കാൻ പറയുന്നതല്ല, ഇറാനുള്ള പ്രശ്നം വലുതാണ്. എന്നാൽ അവിടെ നടക്കുന്ന പ്രശ്നത്തെ കാരണമായി കാണിച്ച് പാകിസ്ഥാൻ എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ചെയ്യുന്നുവെന്നറിയില്ല. ഇറാനിലൊരു ഭാഗത്ത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഖമേനി മരിച്ചതിനു ശേഷം അതിനെതിരെയുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും നടത്തുന്നത്. എന്നാൽ ഇതിനിടയിൽ പാകിസ്ഥാൻ വന്ന് എന്തിനിങ്ങനെ ചെയ്യുന്നുവെന്നറിയില്ല. ഇടയ്ക്ക് പാകിസ്ഥാന്റെ എയർ സ്പേസിലാണ് റീസെന്റായി വന്നൊരു വാർത്ത, ഒരു MQ-9 റീപ്പർ ഡ്രോൺ സദേൺ ഇറാനിൽ വെടിവെച്ച് വീഴ്ത്തിയിരുന്നു. ആ ഒരു ഡ്രോൺ MQ-9 റീപ്പർ ഡ്രോൺ ഇത് പാകിസ്ഥാനിൽ നിന്നാണ് ഓപ്പറേറ്റ് ആയത്. അപ്പോൾ പാകിസ്ഥാനിൽ നിന്നും ഡ്രോണിനെ അയച്ച് നിങ്ങൾ ഇറാനെ നിരീക്ഷിക്കും. അതിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് അവിടെ സ്ട്രൈക്ക് നടത്തും, എല്ലാം ചെയ്യും. അവസാനം നിങ്ങൾ തന്നെ പ്രതിഷേധം നടത്തും. ഇതെന്ത് ലോജിക്കാണെന്ന് അറിയില്ല. ശരിക്കും അവിടെയുള്ളവർ ചോദ്യം ചോദിക്കണം, അല്ലെങ്കിൽ പ്രതിഷേധം നടത്തണം എന്നുണ്ടെങ്കിൽ അത് അവിടെയുള്ള ഗവൺമെന്റിനെതിരെയാണ് ചെയ്യേണ്ടത്. എന്നാൽ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് US എംബസിയിലാണ് ഇവർ ചെന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ ആ 32 പേരുടെ ലിസ്റ്റിൽ ഇവരുടെ പേരുകളും വരാൻ സാധ്യതയുണ്ട്. അടുത്ത സ്ട്രാറ്റോ ടാങ്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കൂടുതലായും ഈ ടാങ്കേഴ്സ് അകത്തേക്ക് വരുന്നു, അല്ലെങ്കിൽ കൂടുതലായും ഇതിന്റെ ഫ്ലൈറ്റ് ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ ഒരു ഹെവി റീഫ്യൂലിങ്ങിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. കാരണം നോർമൽ ടാങ്കേഴ്സ് പോലെ അല്ല, ഇത് സൈസിൽ വലുതാണ്. അതുപോലെ തന്നെ
ഒരേ സമയത്ത് 2 B-2 ബോംബേഴ്സിനും ഇതിൽ നിന്ന് റീഫ്യൂലിംഗ് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ 16 ടാങ്കേഴ്സ് മിഡിൽ ഈസ്റ്റിനെ നോക്കി വന്നിട്ടുണ്ട്. ഈ 16 ടാങ്കേഴ്സ് വരുമ്പോൾ B-52 ബോംബേഴ്സും തീർച്ചയായും ഇതിന്റെ കൂടെ വന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്രത്തോളം ടാങ്കേഴ്സ് എന്തിനു ഉപയോഗിക്കണം? ഡിയാഗോ ഗാർസിയയിലുള്ള ബേസിൽ ഇതിനകം തന്നെ B-52 ബോംബേഴ്സ് നിർത്തിവെച്ചിട്ടുണ്ട്. B-2 ബോംബേഴ്സും അവിടെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാമല്ലോ. പിന്നെ എന്തിനാണ് ഈ ടാങ്കേഴ്സിനെ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചാൽ, UK പെർമിഷൻ ഇല്ലാതെ ഡിയാഗോ ഗാർസിയ ഉപയോഗിച്ച് അമേരിക്ക കൊണ്ട് ഇറാനെ സ്ട്രൈക്ക് ചെയ്യാൻ സാധിക്കില്ല. അവർ പെർമിഷൻ ഡിനൈ ചെയ്തു. ഈ പ്രശ്നത്തിൽ ഇൻവോൾവ് ആകാൻ ഞങ്ങൾ തയ്യാറല്ല, ഇതിൽ നിന്നും ഞങ്ങൾ മാറി നിൽക്കുന്നു എന്നൊരു അറിയിപ്പ് നൽകിയതിനു ശേഷം അമേരിക്കയ്ക്ക് ഇപ്പോൾ മറ്റു മാർഗമില്ല. യൂറോപ്യൻ യൂണിയനിലുള്ള ബേസും യൂസ് ചെയ്യാൻ കഴിയില്ല. അമേരിക്കയിൽ നിന്ന് മാത്രമേ ഈ വിമാനങ്ങൾ തിരിച്ച് ഒരു സ്ട്രൈക്ക് നടത്തി വീണ്ടും തിരികെ വരാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇത് വലിയൊരു ചിലവേറിയ പരിപാടിയായി അമേരിക്ക ഇപ്പോൾ മാറുകയാണ്. എത്രയും പെട്ടെന്ന് UK വരും. ഏറെ ദിവസം UK ഇങ്ങനെ സൈലന്റ് ആയിരിക്കുമെന്നൊന്നും പറയാൻ കഴിയില്ല. ഒരുപക്ഷെ നാളെ തന്നെ വീണ്ടും ഒരു ബേസിൽ ആക്രമണം നടത്തി ഞങ്ങൾ ഇറാനെതിരെയുള്ള ഓപ്പറേഷനിൽ അമേരിക്കയ്ക്ക് സപ്പോർട്ടായി വരാൻ പോകുന്നു എന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവരുടെ ഭാഗത്തു നിന്ന് വന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇറാൻ UK ബേസിനെ ആക്രമിക്കുമോ ഇല്ലയോ, അമേരിക്ക തീർച്ചയായും ഏത് സമയത്തും ഒരു ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ ചെയ്യാൻ തയ്യാറായിരിക്കും. കാരണം യൂറോപ്യൻ യൂണിയനിൽ അവർ പ്രതീക്ഷിച്ചൊരു സപ്പോർട്ട് അവർക്ക് ലഭിച്ചില്ല. അപ്പോൾ UK അകത്തേക്ക് കൊണ്ടുവരാനായി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം തീർച്ചയായും അമേരിക്ക ചെയ്യും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വാർത്ത, ഇറാന്റെ മുൻ ഡിഫൻസ് മിനിസ്റ്റർ അദ്ദേഹം മരിച്ചതിന് ശേഷം പുതുതായി മജീദ് എബനുൽ റസ എന്ന വ്യക്തിയെ ആക്റ്റീവ് ഡിഫൻസ് മിനിസ്റ്റർ ഇവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്തു. അദ്ദേഹം ഇസ്രായേൽ എയർ സ്ട്രൈക്കിൽ, ടെഹ്റാനിൽ നടത്ത എയർ സ്ട്രൈക്കിൽ മരിച്ചതായ വാർത്ത വന്നു. വീണ്ടും അത് വെരിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല. ചില മണിക്കൂറുകൾക്ക് മുൻപാണ് ഈ ഒരു റിപ്പോർട്ട് വന്നത്. അദ്ദേഹം ഉണ്ടായിരുന്ന ഒരു ഓഫീസിന്മേൽ ആക്രമണം നടത്തിയതായിട്ടാണ് വാർത്തകൾ വന്നത്. എന്നാൽ അതിനുശേഷം അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടൊന്നും വന്നില്ല. പക്ഷെ മരിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇറാൻ മാധ്യമങ്ങൾ തന്നെ ചില വാർത്തകൾ പുറത്തുവിടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം മരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ അതേ സമയത്ത് തന്നെ അസംബ്ലി ഓഫ് എക്സ്പെർട്ട്, ഇവർ ഇറാന്റെ അടുത്ത നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട ഗ്രൂപ്പാണ്. ഇവരുടെ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ട്. ആ മീറ്റിംഗ് നടന്നപ്പോൾ അതിന്മേലും ഇസ്രായേൽ വ്യോമസേന ആക്രമണം നടത്തിയിട്ടുണ്ട്. ആ ബിൽഡിംഗ് നോക്കിയാൽ തന്നെ മനസ്സിലാകും എങ്ങനെയാണ് അയത്തുള്ള ഖമേനിയുടെ വീട് വളരെ മോശമായ ആക്രമണത്തിനിരയായും അതുപോലെ തന്നെ 13-ലധികം മിസൈൽസ് ഈ ഒരു കെട്ടിടത്തിന് നേരെ വീശിയിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ഒരു 3 മണിയോടുകൂടിയാണ് ആ പ്രദേശത്തെ നോക്കി ഇസ്രായേൽ ആക്രമണം നടത്തിയത്. തുടർന്ന് ഒരു മിസൈൽ അയച്ചത് പൊട്ടിത്തെറിച്ചതിന് ശേഷം തുടർന്ന് അടുത്ത മിസൈലുകൾ വന്നുകൊണ്ടേയിരുന്നു. ഇങ്ങനെ വളരെ മോശമായ ഒരു ഏരിയൽ സ്ട്രൈക്ക് തന്നെ അവിടെ നടന്നു. അകത്ത് അസംബ്ലി ഓഫ് എക്സ്പേർട്സ്, ആ ടീമിലുള്ള വ്യക്തികൾ അല്ലെങ്കിൽ അവർ ഉണ്ടാകാനുള്ള സാധ്യത അവിടെ ഉണ്ടായിരുന്നു, അവരെ ന്യൂട്രലൈസ് ചെയ്തു എന്ന രീതിയിൽ ഇസ്രായേൽ ഭാഗത്തു നിന്നും പറഞ്ഞു. അവരകത്തുണ്ടായിരുന്നു ഇല്ലോ എന്ന് പോലും അറിയില്ല. പക്ഷേ ഇസ്രായേൽ ആക്രമണം നടത്തിയ ആ ഒരു രീതി, അതിനുശേഷം ആ കെട്ടിടത്തിന് ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അകത്തുള്ള വ്യക്തികൾ ആരും രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല. അടുത്ത സുപ്രീം ലീഡർ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ തീർച്ചയായും ഞാനത് മനസ്സിലാക്കുമെന്ന് ട്രംപ് ഒരു വാർത്തയിൽ പറഞ്ഞിരുന്നു. എന്നാൽ അങ്ങനെ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്ന മീറ്റിംഗിനെ പോലും ഞങ്ങൾ വെറുതെ വിടില്ല എന്നുള്ളതാണ് ഈ ഒരു ആക്രമണത്തിലൂടെ വ്യക്തമാകുന്നത്. നെതന്യാഹു പറഞ്ഞത്, ഞങ്ങൾ മാക്സിമം 5 ആഴ്ചത്തോളം ഈ ഒരു യുദ്ധത്തിന്റെ പ്രിപ്പറേഷൻസ് ചെയ്തിട്ടുണ്ട്. ഈ 5 ആഴ്ച കഴിഞ്ഞ് ഈ പ്രശ്നം നീണ്ടുപോകാനുള്ള സാധ്യത ഇല്ല എന്ന് പറഞ്ഞു. കൂടാതെ ഇറാൻ അയക്കുന്ന ബാലിസ്റ്റിക് മിസൈൽസിന്റെ എണ്ണം ഇവിടെ കുറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞു. ഈ ഗൾഫ് കൺട്രീസും ഇസ്രായേലിലും ചേർന്ന് 120 മിസൈൽസ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഇറാൻ അയക്കുന്ന മിസൈൽസ് വെറും 90 മാത്രമാണ്. ഒരുപക്ഷെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് അതിനുശേഷം ഒരു വലിയൊരു വേവ് ഓഫ് അറ്റാക്ക് ചെയ്യാൻ ഇറാൻ അവിടെ തയ്യാറാവുകയാണോ എന്നൊന്നും അറിയില്ല. ഇറാനുള്ളിലെ ഈ മിസൈൽ ബേസസും വലിയ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ മാത്രം 6 പ്രധാനപ്പെട്ട സൈറ്റ്സിനെ ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട്. ഈ 6 ഏതൊക്കെയാണെന്ന് നോക്കിയാൽ കൊറമാബാദ് മിസൈൽ ബേസ്, കോർഗോ മിസൈൽ ബേസ്, ഷിറാക് സൗദ് മിസൈൽ ബേസ്, ഗർമിൻഷ മിസൈൽ ബേസ്, മെഹ്റിസ്ഥാൻ മിസൈൽ ബേസ്, ഹജുറാബാദ് മിസൈൽ ബേസ്, ഇങ്ങനെ ഈ 6ലും ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ വ്യോമസേന ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത്, ഞങ്ങൾ പൂർണ്ണമായും ഇറാന്റെ സർഫസ് ടു എയർ മിസൈൽസിനെ ജാം ചെയ്തു, ഇതിനുശേഷം ഇറാനെ കൊണ്ട് ഏതൊരു ആക്രമണവും ഞങ്ങൾക്കെതിരെ നടത്താൻ കഴിയുകയില്ല, ഇതിനുശേഷം ഞങ്ങളുടെ ഫൈറ്റർ ജെറ്റ്സ് വളരെ ഫ്രീ ആയി തന്നെ അകത്ത് ഓപ്പറേറ്റ് ആകുമെന്നൊരു വാർത്ത പറഞ്ഞു. ഇവർ പറഞ്ഞ സമയം മോശമായത് കൊണ്ടാണോ എന്നറിയില്ല. ഇന്നലെ അതേ IDF ഒരു വീഡിയോ പുറത്തുവിട്ടു. അതായത് അവർ പറഞ്ഞ ആ ഒരു ടോൺ, ഇറാനിൽ നിന്നും ലോഞ്ച് ചെയ്ത ഒരു സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം ഞങ്ങളുടെ പൈലറ്റ്സ് വളരെ കെയർഫുള്ളായി തന്നെ ഹാൻഡിൽ ചെയ്തു, അതിൽ നിന്നും രക്ഷപ്പെട്ടു വന്നുവെന്ന് വാർത്ത പറഞ്ഞു. പക്ഷെ ഇതിനെ നമുക്ക് എങ്ങനെ എടുക്കാം? ഇറാനിൽ എയർ സുപ്പീരിയോറിറ്റി അച്ചീവ് ചെയ്തതിന് ശേഷം പോലും ഇറാനിൽ നിന്ന് വരുന്ന ഒരു സർഫസ് ടു എയർ മിസൈലിൽ നിന്നും നൂലിഴയിലാണ് ഇസ്രായേൽ ഫൈറ്റർ ജെറ്റ്സ് രക്ഷപ്പെട്ടത്. ഇതിനകം തന്നെ ഫ്രണ്ട്ലി ഫൈറ്റിലൂടെ അമേരിക്ക 3 വിമാനങ്ങളെ നഷ്ടപ്പെട്ടു. അത് വലിയൊരു വാർത്തയായി മാറി. ആ ഒരു വീഡിയോ ഇപ്പോൾ വലിയൊരു വിവാദപരമായ വീഡിയോ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു പക്ഷേ ഈ വിമാനം അകത്ത് വീഴ്ത്തപ്പെട്ടിരുന്നു എന്നുണ്ടെങ്കിൽ അത് ഇറാൻ വലിയൊരു വിക്ടറിയായി മാറുമായിരുന്നു. ഒരു വിമാനത്തെ വീഴ്ത്തതിലൂടെ അതെങ്ങനെ ഒരു വലിയ വിജയമായി കാണാൻ കഴിയും എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വരാം. ഇതുവരെയും തങ്ങളുടെ ഒരു വിമാനം പോലും ഇറാനുള്ളിൽ വീണിട്ടില്ല എന്നുള്ളത് ഇസ്രായേലിന് വലിയൊരു അഭിമാനകരമായ കാര്യമാണ്. അപ്പോൾ ആ ഒരു നറേറ്റീവ് തകർക്കുന്നതിന് ഒരേ ഒരു വിമാനം വീഴ്ത്തിയാൽ മാത്രം മതി. അതുപോലെ തന്നെ F-15 എന്നത് വളരെ സുപ്പീരിയർ ഫൈറ്റർ ജെറ്റ്സ് ആണ്. 0 ബാറ്റിൽ ഫീൽഡ് ലോസ് എന്ന് വലിയ രീതിയിൽ സംസാരിക്കുന്നുണ്ടോ. ആ ഒരു ഇമേജ് തകർക്കാൻ
ഇറാൻ ആ ഒരു വിമാനത്തെ വെടിവെച്ച് വീഴ്ത്തിയാൽ മാത്രം മതി. ഏത് ഫൈറ്റർ ജെറ്റ് ആണെന്നൊന്നും IDF പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ വരുന്ന മിസൈലിൽ നിന്നും വളരെ കഷ്ടപ്പെട്ട് നൂലിഴയിൽ ആ ഫൈറ്റർ ജെറ്റ് രക്ഷപ്പെട്ടു പോകുന്ന ഒരു വീഡിയോ കാണുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പ്രധാനമായും സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റംസ് വീണ്ടും ഇറാനിൽ ആക്റ്റീവാണ്. പൂർണ്ണമായും ഞങ്ങൾ അതിനെ ഡോമിനേറ്റ് ചെയ്തു, നശിപ്പിച്ചു എന്നൊക്കെ ഇസ്രായേൽ പറയുമ്പോഴും ഇറാനുള്ളിൽ അതിപ്പോഴും ആക്റ്റീവ് ആണെന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഇറാൻ തന്നെ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ ഒറ്റ ദിവസത്തിൽ 6 ബേസസിന് ഇസ്രായേൽ സ്ട്രൈക്ക് ചെയ്യുക എന്നത് സാധാരണ കാര്യമല്ല. ഇറാന്റെ സുപ്രീം ലീഡറിനെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു കമ്മിറ്റിയിലുള്ള അംഗങ്ങൾ ഒരുപക്ഷെ മരിച്ചു എന്നുണ്ടെങ്കിൽ ഈ സുപ്രീം ലീഡറെ തിരഞ്ഞെടുക്കാനുള്ള ദിവസങ്ങൾ വീണ്ടും നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.